Hi friends, welcome to Techispace Malayalam. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Samsung M31 vs Honor 9Xന്റെ സ്പീഡ് ടെസ്റ്റ് റിവ്യൂ ആണ്. ഏത് ഫോണിനാണ് ബെറ്റർ റാം മാനേജ്മെന്റ് ഉള്ളത്, ഏത് ഫോണാണ് ബെറ്റർ പെർഫോമൻസ് ഉള്ളത് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. 2 റൗണ്ടുകളായിട്ടാണ് നമ്മൾ സ്പീഡ് ടെസ്റ്റ് നടന്നത്. ഫസ്റ്റ് റൗണ്ടിൽ നോർമൽ ആപ്ലിക്കേഷൻസും സെക്കൻഡ് റൗണ്ടിൽ ഇൻറ്റൻസീവ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസും നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നതാണ്. സാംസങ്ങിൽ Exynos 9611 എന്ന പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹോണർ 9Xൽ ഹൈ സിലിക്കോൺ Kirin 710F എന്ന ചിപ്സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ 2 ഫോണുകൾ തമ്മിലുള്ള ഒരു സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് റിവ്യൂയിലേക്ക് പോകാം. ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് സാംസങ് M31 1 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം ഹോണർ 9X 1 മിനിറ്റും 20 സെക്കൻഡ് കൊണ്ടാണ് ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് പൂർത്തിയാക്കിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് റാം മാനേജ്മെൻറ്റിൽ ഏത് ഫോണാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ നോക്കാം. റാം മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ 1 മിനിറ്റും 21 സെക്കൻഡ് കൊണ്ട് സാംസങ് M31 പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം 2 മിനിറ്റും 13 സെക്കൻഡ് കൊണ്ടാണ് ഹോണർ 9X പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായും വിജയിച്ചിരിക്കുന്നത് സാംസങ് M31 ആണ്. നല്ലൊരു പെർഫോമൻസ്, പ്രത്യേകിച്ച് ജനറൽ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സാംസങ് M31ലാണ്. ഇൻറ്റൻസീവ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഏത് ഫോണിനാണ് ബെറ്ററായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം.
സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് 3 മിനിറ്റും 29 സെക്കൻഡ് കൊണ്ട് സാംസങ് M31 പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം 2 മിനിറ്റും 57 സെക്കൻഡ് കൊണ്ട്, അതായത് ബെറ്റർ ടൈമോട് കൂടി ഹോണർ 9Xന് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. ഗെയിമിംഗ് ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ നല്ലൊരു പെർഫോമൻസ് ഹോണർ 9Xൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റിൽ ഏത് ഫോണായിരിക്കും ബെറ്ററായിട്ട് പെർഫോം ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ് സാംസങ് M31 4 മിനിറ്റ് 12 സെക്കൻഡ് കൊണ്ട്. പ്രത്യേകിച്ച് സാംസങ് ഫോണുകളിൽ നല്ലൊരു റാം മാനേജ്മെൻറ്റ് നമ്മൾ കാണാറുണ്ട്. അവർ ആ ആപ്പുകളൊന്നും കില്ല് ചെയ്ത് കളയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 5 മിനിറ്റും 57 സെക്കൻഡ് കൊണ്ടാണ് ഹോണർ 9X സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഹോണർ 9Xൽ സംഭവിക്കുന്നത് നമ്മൾ ആപ്പ് വീണ്ടും റീകോൾ ചെയ്യുമ്പോൾ കില്ല് ചെയ്ത് കളഞ്ഞ ആപ്പ് വീണ്ടും അവർ റീലോഡ് ചെയ്യുകയാണ്. പക്ഷേ സാംസങ്ങിൽ നമ്മൾ കാണുന്നത് ആ ആപ്പ് കില്ല് ചെയ്യാതെ തന്നെ അത് റാമിൽ സൂക്ഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റീകോൾ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ലോഡ് ചെയ്ത് വരികയാണ്. അതുകൊണ്ടാണ് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ സാംസങ്ങിന് സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളെല്ലാ ആഴ്ചയും പുതിയ പുതിയ ഗിവേകൾ നമ്മുടെ ചാനൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.